കൂടാതെ 2024 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. ആദ്യ 2 ഘട്ട പരീക്ഷ ഏപ്രിൽ മാസത്തിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ്, ഏതൊക്കെ ജോബിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, എന്ന് ഹോൾ ടിക്കറ്റ് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവുകയാണ്. 2024 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ഡേറ്റ് ആണ് PSC പുറത്തുവിട്ടിരിക്കുന്നത്. ഓൾറെഡി PSC ജനുവരിയിൽ തന്നെ 2024 മൊത്തത്തിലൊരു കലണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏപ്രിലിലെ കലണ്ടർ വന്നപ്പോഴാണ് അവിടെ ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ ഏതൊക്കെ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തവർക്കുള്ള കോമൺ പരീക്ഷയാണെന്ന് നോക്കാം. ഒന്ന്, അസിസ്റ്റന്റ് മാനേജർ. നമുക്കറിയാം കേരള ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഡിഗ്രി വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ, പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി, അതേപോലെ തന്നെ പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് LSGs, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, അതേപോലെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. അപ്പോൾ ഇത്രയും ഈ തസ്തികകളിലേക്കൊക്കെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഏപ്രിൽ പരീക്ഷ വരുന്നത്. സോ ഏപ്രിൽ 2 ഘട്ട പരീക്ഷകളാണ് വരുന്നത്. ഒന്ന്, പ്രിലിംസ് സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, ചിലപ്പോൾ 3-ാം സ്റ്റേജും കാണാം, ചിലപ്പോൾ അടുത്ത മാസം ഏപ്രിൽ കഴിഞ്ഞ് അടുത്ത മാസമായിട്ട് സ്റ്റേജ് 3 കാണാം. അപ്പം പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ഏപ്രിൽ 13-നാണ്, സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഏപ്രിൽ 27-നാണ്. അപ്പോൾ ഏപ്രിൽ 13-ന് പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഏപ്രിൽ 13-ന് പരീക്ഷ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കൺഫർമേഷൻ നിങ്ങളുടെ ഇതിലേക്ക് വരും, നിങ്ങളുടെ ഇതിൽ തന്നെ പ്രൊഫൈലിൽ തന്നെ വരും. സോ ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 20-ാം തീയതി വരെ നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഏപ്രിൽ 13-ന് പരീക്ഷ ഉള്ളവർക്ക് ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ വരും. അപ്പോൾ ആ കൺഫർമേഷൻ ഉള്ള സാധനം വരുമ്പോൾ നിങ്ങളവിടെ കൺഫർമേഷൻ കൊടുക്കണം. കാരണം അതിൻ്റെ ഇത്ര ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫെബ്രുവരി 20-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. പിന്നീട് 2-ാം ഘട്ട പിന്നീട് അവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് മാർച്ച് 30-ാം തീയതിയാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഏപ്രിൽ 27-ാം തീയതി 2-ാം ഘട്ട പരീക്ഷയുണ്ട്, സ്റ്റേജ് 2 ഉണ്ട്. അതിൽ കൺഫർമേഷൻ ഡേറ്റ് PSC ഇപ്പം നിലവിൽ കൊടുത്തിട്ടില്ല. പകരം അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് 12/4/2024 അത് ഏപ്രിൽ 12-ന് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ വരും, പ്രൊഫൈലിൽ വരുമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ എൻട്രിയിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാൻ വളരെ കുറഞ്ഞ പൈസയിൽ, അതായത് ഒന്ന് എൻട്രിയുടെ 1 ഇയർ കോഴ്സാണ്. 2 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഒന്ന് എൻട്രിയുടെ 1 ഇയർ കോഴ്സാണ്. ഇതിനിപ്പോൾ നിലവിൽ ഒരു വർഷത്തേക്ക് 1399 രൂപയേ ഉള്ളൂ. ഈ ഒരു വർഷം ഈ ഒരൊറ്റ പേയ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി പ്രിലിംസിൻ്റെ ടോപ്പിക്കുകൾ ക്ലാസ്സുകൾ കിട്ടും, ഡിഗ്രി മെയിൻസിൻ്റെ കിട്ടും, അതേപോലെ തന്നെ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. പോലീസൊക്കെയാണ്, SI ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, LSTD ആണെങ്കിൽ സെക്കൻഡ് പേപ്പറുണ്ട്, 2ാമത്തെ പേപ്പറുണ്ട് മെയിൻസിന്. അപ്പോൾ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ക്ലാസ് ഈ ഒരൊറ്റ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. റെക്കോർഡ് ക്ലാസ്സുകളാണ്. അതേപോലെ തന്നെ PSC UPSC കോംബോ ആണ്. NCERT സീരീസ് ഉണ്ട്, പേപ്പർ 2 പ്രത്യേക പരിശീലനമുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്ക് പോലീസിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, PDF നോട്ടുണ്ട്, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, ടോപ്പിക് വൈസ് ക്ലാസ്സുകളുണ്ട്, ലൈവ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരൊറ്റ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത, ഇവിടെ ഡിഗ്രി മാത്രമല്ല, നിങ്ങൾ +2 ലെവലിലുള്ളതും അതേപോലെ തന്നെ 10th ലെവലുള്ളതും ഈ ഒരു പേയ്മെൻറ്റിൽ ഇതിനോടൊപ്പം ഫ്രീ ആണ്. അപ്പോൾ ഇത്രയും കാര്യം, ഇപ്പോൾ LDCക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ പേയ്മെൻറ്റ് തയ്യാറെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു പ്രത്യേക മെൻറ്റർഷിപ്പ് വേണം, നിങ്ങൾക്കൊരു മെൻറ്ററുടെ സഹായം വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എൻട്രിയിലുണ്ട്. എൻട്രിയുടെ ഗോൾഡ് ആണത്. അപ്പോൾ എൻട്രിയുടെ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫീച്ചർ ഒരു വർഷത്തേക്കും കിട്ടും. പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്നത് മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ഒരു മെൻറ്റർ ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ ആയിരിക്കും, ലൈവ് ഡിസ്കഷൻസ് ഉണ്ട്, പ്രോഗ്രസ് ട്രാക്കിംഗ് ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട്. ഈ പറഞ്ഞ 1 ഇയർ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതിനോടൊപ്പം തന്നെ ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ ലാസ്റ്റ് നമ്മുടെ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഈ വരുന്ന മാസം നമ്മൾ ഈ മാസം അത് അവസാനിക്കുകയാണ്, അതിൻ്റെ ബാച്ച് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിലേക്കൊന്ന് വരാം. പ്രിലിംസിൻ്റെ സിലബസിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം മുമ്പത്തെ പോലെ തന്നെ ഉള്ള സിലബസാണ് അല്ലേ. പ്രിലിംസ് കഴിഞ്ഞ പ്രിലിംസിലെ തന്നെ സിലബസാണ്. ആദ്യം തന്നെ 1ാമത്തെ ഭാഗം ജനറൽ നോളജാണ്. ജനറൽ നോളജിൽ ഹിസ്റ്ററിക്ക് മാത്രം 10 മാർക്കുണ്ട്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ ലോക ചരിത്രമുണ്ട്, കേരള ചരിത്രമുണ്ട്, ഇന്ത്യ ചരിത്രമുണ്ട്.
ഇന്ത്യയിൽ തന്നെ മിഡീവൽ ഇന്ത്യയും കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ജോഗ്രഫിയിലേക്ക് വരുന്നു. ജോഗ്രഫി 5 മാർക്കാണ്. ജോഗ്രഫിയും ഈ പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫിയോടെ ടോപ്പിക്ക് കൂടുതലാണ്, പക്ഷേ മാർക്ക് 5ആണ്. എക്കണോമിക്സിന് 5 മാർക്കുണ്ട്, സിവിക്സിന് 5 മാർക്കുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കുണ്ട്. പിന്നീട് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്കുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 5 മാർക്കുണ്ട്. അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, റീസണിങ് 20 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കാണ്. അതുപോലെ മലയാളത്തിന് 10 മാർക്കാണ്. അതായത് നിങ്ങൾ നോക്കിയേ 50 മാർക്ക്, അതായത് ഒരു പരീക്ഷയുടെ പാതി ഭാഗവും കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ കണക്കും ഇംഗ്ലീഷും മലയാളമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ വിട്ട് നിങ്ങൾ കളിക്കരുത്. കാരണം ഈ ഒരു ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രിലിംസ് കടക്കാനുള്ള സാധനം ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകളിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിംസ് കടക്കാൻ പറ്റും. പ്രിലിംസ് വലിയ വെല്ലുവിളി ആകേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ കണ്ണടച്ച് നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, ഒരു അന്തവും കുന്തുമില്ലാതെ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ നഷ്ടമായിരിക്കും. പിന്നെ പല വിദ്യാർത്ഥികളും ഈ പറയുന്ന മലയാളവും ഇംഗ്ലീഷും മാത്സൊക്കെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള വെച്ച് പഠിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കാറുണ്ട്. അത് മണ്ടത്തരമാണ്. നിങ്ങളിവിടെ നോക്കുക, ഈ 50 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാർക്ക് ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളിവിടെ കയറിപ്പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണ്ടത് പഠനമാണ്. എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം, അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.